മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാര ചടങ്ങിന് ഖത്തറിൽ പ്രൗഢ സമാപനം. 400ഓളം വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, അറബ് പ്രമുഖർ, പ്രവാസി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഖത്തറിലെ CBSE, ICSE അതുപോലെ കേരള സിലബസ് സ്കൂളുകളിൽ 90% അതിന് മുകളിലോ മാർക്ക് വാങ്ങിയ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ മിടുക്കരായ കുട്ടികളെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. ഈ ആദരിക്കൽ ചടങ്ങാണ്. ഈ ആദരിക്കൽ ചടങ്ങിൻ്റെ മബ്രൂക്കിൻ്റെ തുടർച്ചയായ 3ാമത്തെ എഡിഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെ അവാർഡ് വാങ്ങിച്ച കുട്ടികളുണ്ട്. It was very good. I'm very privileged to have this medal, and I'd like to thank Media One and Naseem Healthcare for organizing this very good event, because it shows us how it helps us to celebrate how hard we worked and celebrate our efforts. So happy, and we are all privileged to attend this grand event. It's very well organized and so happy. Thank you, Media One. Thank you so much. It's wonderful and it's nice to be a part of the program today. ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ ആദ്യമായിട്ടാണ് അവാർഡ് വാങ്ങിച്ചത്? ആണോ? Yeah, it was a very funny experience. It's a different experience. ആകെ നെർവസ് ആവുന്നുണ്ടല്ലോ. പാരന്റ്സ് ഉണ്ടായിരുന്നോ കാണാൻ? അവരെന്ത് പറഞ്ഞു? പ്രൗഡാണ്. ഏതായാലും ഈ അവാർഡ് ദാന ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ, ഈ 400 വിദ്യാർത്ഥികൾക്ക് കൂടെ തന്നെ അതിലേറെ രക്ഷിതാക്കൾ ഈ ഒരു ചടങ്ങിനെത്തിയിരുന്നു. എന്നത് മാത്രമല്ല, ഇന്ത്യൻ എംബസിയിലെയും അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെയും ഒരു വളരെ പ്രധാനപ്പെട്ട സാന്നിധ്യം ഇന്നത്തെ ഈ ചടങ്ങിനുണ്ടായിരുന്നു. അതുപോലെ ഖത്തർ മ്യൂസിയംസിൽ നിന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അറബികൾ കൂടി ഇവിടുത്തെ നമ്മുടെ അതിഥികളായി എത്തിയിരുന്നു. എങ്ങനെയായിരുന്നു ഏട്ടാ പരിപാടി? അടിപൊളിയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. മോക്ക് ഒരു അവാർഡ് കിട്ടി. വളരെ ഭംഗിയായിരുന്നു. ഒത്തിരി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുത്തതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. ഇവർക്ക് എന്താ പറയണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് താങ്ക്സ് ഉണ്ട് മീഡിയ വണ്ണിനും അതിന്റെ ടീംസിനും. കാരണം ഇതുപോലത്തെ അവാർഡ് സെറമണി നമുക്ക് ഇങ്ങനെ ഒരുക്കി തന്നെ. പ്രത്യേകിച്ച് ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ കുറവായിരിക്കും. നാട്ടിൽ ഒരുപാട് വേദി ഉണ്ടാവും. പക്ഷെ ഇതുപോലെ ഒരു അവാർഡ് സെറമണി ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ബിഗ് തിങ്, റൈറ്റ്? അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി. ഒരുപാട് കാലത്തെ ഒരു കഠിനാധ്വാനം, ഹാർഡ് വർക്ക് അല്ലേ? അതെ, അപ്പം ഫീൽ പ്രൗഡ്. ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് അവരിങ്ങനെ കാണുമ്പോൾ അതെ, ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനാണ് ഇത്, ഇതുപോലത്തെ അവാർഡ് സെറമണി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള. ബിഗ് താങ്ക്സ് ടു മീഡിയ വൺ ആൻഡ് ഓൾ പീപ്പിൾ. ഏതായാലും അതിഗംഭീരമായ പ്രൗഢമായ ചടങ്ങ്, 1000-ലേറെ ആളുകൾ പങ്കെടുത്ത അതിഗംഭീരവും പ്രൗഢവുമായ ചടങ്ങാണ് ഇന്ന് ദോഹയിലെ അൽ മഷാഫിലെ പോദാർപേൾ സ്കൂളിൽ നടന്നത്. ഏതായാലും മീഡിയ വൺ മബ്രൂക്കിൻ്റെ 3ാമത്തെ എഡിഷന് വിജയകരമായ പരിസമാപ്തി കുറിക്കുകയാണെന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ.